അപ്പോൾ അതുവരെയൊക്കെ ഒന്ന് ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം. തീരുമാനം എന്ന് അറിയുന്നിടം വരെയെങ്കിലും നിങ്ങൾ ഒരു പ്രത്യേകിച്ച് ഹൈ എൻഡ് ബൈക്കിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലോഗല്ല, ബൈക്കിൻ്റെ റിവ്യൂ അല്ല, മറ്റുള്ള ബൈക്കിൻ്റെ ടിപ്സും കാര്യങ്ങളോ ഒന്നും ഫണ്ണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. ഇന്ന് വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ആസ് എ മോട്ടോ വ്ളോഗർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരിലേക്ക് 1% ആൾക്കാർക്കെങ്കിലും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവരും ഇരുന്നൊന്ന് കാണുക. പ്രത്യേകിച്ച് പുതിയ വണ്ടിയൊക്കെ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ, അതിലും പ്രത്യേകിച്ച് ഹൈ എൻഡ് ബൈക്കുകളൊക്കെ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. കാര്യം പുതിയ വണ്ടി ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടല്ല. ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം. യുദ്ധം ഇങ്ങനെ നല്ല രീതിയിൽ എങ്ങും എത്താത്ത രീതിയിൽ മൂർച്ഛിച്ചത് കൊണ്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെയൊക്കെ ഇറാനും അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിൻ്റെ പ്രത്യാഘാതമായി അതിൻ്റെയൊക്കെ വിഷയങ്ങൾ നമ്മുടെ അടുക്കളയെ വരെ എത്തി. നമുക്കിപ്പം വെളിയിലോട്ടൊക്കെ ഇറങ്ങി ഒരു ചായ കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. നല്ല രീതിയിൽ ഇപ്പം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പോലും ഒരുപാട് ആൾക്കാർ പാനിക്കായി. പ്രത്യേകിച്ച് നോർത്തിലൊക്കെ പെട്രോൾ തീരാറായി എന്നൊക്കെ പറഞ്ഞിട്ട് കിലോമീറ്ററുകളോളം ക്യൂ നിന്ന് വിഷയങ്ങളൊക്കെ ആവുന്നുണ്ട്. അത് പക്ഷേ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി വന്നിട്ടുണ്ട്. പെട്രോളും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് ആഡിക്കൻ്റായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് എന്നുള്ള ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ തൽക്കാലം നമ്മൾ ഭയക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ഗ്യാസ് ഇച്ചിരി വിഷയമാണ്. 20 ദിവസം ഇരിക്കുമ്പോഴാണ് ബുക്ക് ചെയ്യാനുള്ള അവസരം. അതും ഹോട്ടലുകാർക്ക് ഇപ്പം കിട്ടുന്നില്ല. വളരെ പ്രതിസന്ധിയിലാണ് നാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ഹോട്ടലുകൾ പല സ്ഥലങ്ങളിലും പൂട്ടി, ഒരുപാട് ആൾക്കാരുടെ ജോലി പോയി. അതൊന്നുമല്ല നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പം പ്രത്യേകിച്ചൊരു ഹൈ എൻഡ് വണ്ടി വാങ്ങാൻ നിലവിൽ ഇപ്പം നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. വേറൊന്നുമല്ല, രാജ്യത്തിൻ്റെ പോക്ക് വളരെ പ്രതിസന്ധി ഘട്ടപരമായ രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് ഒരു പ്രസ് മീറ്റിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന നമ്മൾ കണ്ടതാണ്. ഒരു ലോക്ക്ഡൗണും കൂടെ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കണം എന്നുള്ള രീതിയിൽ. ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ കൊറോണ രീതിയിലുള്ള ലോക്ക്ഡൗണൊന്നും അല്ല, ഏകദേശം ആ ഒരു രീതിയിൽ കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ടൊക്കെയാണ് എന്നാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം രൂക്ഷമായ രീതിയിലോട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രീതി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇപ്പം നിലവിൽ E20 പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഒരുവിധം ബൈക്കിങ്ങും കാറും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ മടുത്തിരിക്കുകയാണ് ഈ ഒരു ഫീൽഡ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും കൂടെ ഇനിയിപ്പം ഒരു പെട്രോളിൻ്റെ വില വർധന. ഇപ്പം നിലവിൽ വന്ന പുതിയൊരു ന്യൂസാണ്. നയാര പമ്പുകളിൽ 5 രൂപ കൂട്ടിയിട്ടുണ്ട് പെട്രോളിൻ്റെ വില. അപ്പം ബാക്കിയുള്ള പമ്പുകളിലൊന്നും കൂട്ടിയിട്ടില്ല. പക്ഷേ ഇനി ഭാവിയിൽ കൂടാം എന്നുള്ളൊരു ചാൻസ് 95% ഉണ്ട് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർമ്മയിൽ വെക്കണം. യുദ്ധം ഇങ്ങനെ തുടരുവാണെങ്കിൽ ക്രൂഡ് ഓയിൽ ഏറിപ്പോയാൽ ചിലപ്പോൾ 6 മാസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ നമ്മുടെ കയ്യിൽ കാണും. അത് കഴിഞ്ഞാലോ എന്തു ചെയ്യും? ഈ 6 മാസം വരെ ഉള്ളത് നമുക്ക് നോർമലി കിട്ടുന്ന പോലെ എന്തായാലും കിട്ടത്തില്ല. അത് പിടിച്ച് വെച്ച് 1 വർഷം വരെയൊക്കെ ചിലപ്പോൾ ഓടിക്കുമായിരിക്കും. 1 വർഷമൊക്കെ വളരെ കൂടുതലാണ് ഞാൻ പറയുന്നത്, പാനിക്കായിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിലും വളരെ പെട്ടെന്ന് തന്നെ തീരാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യ മഹാരാജ്യം വലുതാണ്. അപ്പം പെട്രോളിൻ്റെ വിലയും ഇങ്ങനെ കൂടുന്നു, പെട്രോളിൻ്റെ ക്രൈസിസ് ഇങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഷയങ്ങളായിട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പല രാജ്യങ്ങളെയും നല്ല രീതിയിൽ തന്നെ ബാധിക്കും. ഒരുപാട് പാവങ്ങളുടെ ജോലി പോകും. പ്രത്യേകിച്ച് സെയിൽസ്മാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇതെല്ലാം സ്തംഭിക്കും. ഇവിടെ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കും, KSRTCയുടെ യാത്രയൊക്കെ മുടങ്ങും, പെട്രോൾ വേണ്ടേ. അങ്ങനെ പല ബസ് റൂട്ടുകളും സർവീസ് നിർത്തും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊരു പുതിയ വണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു മണ്ടത്തരം തന്നെയാണ് കാണിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം ഇതിനൊരു എന്താണ് തീരുമാനം എന്ന് അറിയുന്നിടം വരെയെങ്കിലും നിങ്ങൾ ഒരു പ്രത്യേകിച്ച് ഹൈ എൻഡ് ബൈക്കിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, എൻ്റെ ഒരു കടമ എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ. കാര്യം ഇനിയിപ്പോൾ പൈസയ്ക്കൊക്കെ നല്ല രീതിയിൽ ആവശ്യങ്ങൾ വന്നേക്കാം. നമ്മുടെ കുടുംബത്തിന് ഭക്ഷണം പോലും കിട്ടാത്ത അവസരങ്ങൾ വരാതിരിക്കട്ടെ. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. കൊച്ചു പിള്ളേരടക്കം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും വീഡിയോ കാണുന്ന പലരുടെയും വീട്ടിലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ
പൈസ വളരെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കുക. നിലവിൽ വണ്ടി ഇല്ലാത്തവരാണെങ്കിൽ ഒരു വണ്ടി എടുക്കുന്നതുകൊണ്ട് വിഷയമില്ല. ഇപ്പം നമ്മുടെ ഡ്രീം ബൈക്ക്, എനിക്ക് ഉൾപ്പെടെ ഡ്രീം ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് നാളത്തേക്ക്, ഇതെന്താണ് അവസ്ഥ, എന്തായാലും ഇതൊക്കെ അങ്ങ് പെതുക്കെ അങ്ങ് മാറും. അപ്പോൾ അതുവരെയൊക്കെ ഒന്ന് ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം. വണ്ടികളും ഇതും മാത്രം ഒരു ക്രൈസ് മാത്രമല്ല ജീവിതം, വണ്ടികളാണ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനാണ് ലോകത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം ഈ വാർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും. തീർച്ചയായിട്ടും ആ ക്രൈസും ആ ഒരു ഫയറും ഒക്കെ നമ്മുടെ ഉള്ളിൽ വേണം. അതൊന്നും വിട്ടെറിയാൻ പാടില്ല. ബൈക്കിൻ്റെ റിവ്യൂസ് എന്തായാലും വന്നുകൊണ്ടിരിക്കും. കാര്യം അത് നമ്മുടെ ഒരു തൊഴിലാണ്. വണ്ടി വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവർക്ക് മാത്രമല്ല നമ്മൾ വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഞാൻ തന്നെ എത്ര കണക്കിന് വണ്ടികളുടെ റിവ്യൂ കണ്ടെന്ന് എനിക്ക് പോലും ഒരു ഉറപ്പില്ല. അത്രയ്ക്ക് വണ്ടികളുടെ റിവ്യൂ ഞാൻ തന്നെ മറ്റുള്ള ഇംഗ്ലീഷ് ചാനലൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമുക്കൊരു ക്രൈസിൻ്റെ പുറത്തിരുന്ന് കാണാൻ സാധിക്കും. തീർച്ചയായും ക്രൈസ് അവിടെ തന്നെ വേണം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല 8ൻ്റെ നല്ല ഒരു 16ൻ്റെ പണി തന്നെ കിട്ടും. ഞാൻ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ ആർട്ടിക്സോ അല്ലെങ്കിൽ ഒരു ADV 390 എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന സാഹചര്യത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ള സാഹചര്യങ്ങളിൽ വരുമാനം വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അപ്പോൾ ഞാൻ ആ വണ്ടി എടുത്തിട്ട് CC അടയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയമാവും. വണ്ടി എടുത്താൽ തന്നെ ഈ ഹൈ എൻഡ് പെർഫോമൻസ് ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കണ്ടേ. പെട്രോൾ അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഇനിയുള്ള സാഹചര്യങ്ങളിലൊക്കെ മേ ബി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പൈസ ഞാനൊന്ന് ചവിട്ടി വയ്ക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തൊരു തീരുമാനം, നമ്മുടെ വേണ്ടപ്പെട്ട ഈ വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. പല ആൾക്കാരും ഇത് ചിന്തിച്ചിട്ടുണ്ടാകും, പക്ഷേ പല ആൾക്കാരും ഇത് പറഞ്ഞിട്ടുണ്ടാകത്തില്ല. സോ ചിന്തിച്ച് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ എപ്പോഴും അങ്ങനെ നമുക്ക് പിടിച്ചു വെച്ച് നിൽക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് നാൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നിൽക്കാം, സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ മാറി മറിയാം. ചിലപ്പം വലിയ വിഷയങ്ങളിലോട്ട് പോകാം. ചിലപ്പം ഇത് പെട്ടെന്ന് തന്നെ വിഷയങ്ങളൊക്കെ കലങ്ങി തെളിയാനും നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളത് മാത്രമാണ് പറയാനായിട്ടുള്ളത്. കാര്യം നിസ്സാരം വൈകുന്നേരങ്ങളിൽ ഡെയിലി പോയി ചായ കുടിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇപ്പം ഡെയിലി പോയി ചായ കുടിക്കാൻ പല സ്പോട്ടുകളും ഇല്ല. അതുമാത്രമല്ല എപ്പോഴും യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് വെളിയിൽ നിന്നുള്ള ഫുഡ് കഴിക്കലൊന്നും നടക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹോട്ടലില്ല, ഗ്യാസ് ഇല്ല എന്നുള്ള വിഷയങ്ങൾ കൊണ്ട് മാത്രമാണ്. സോ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഓൾറെഡി നമ്മളൊക്കെ പെട്ടിരിക്കുകയാണ് ഈ E20 പെട്രോൾ കാരണം. നിരന്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് പറയാണ്. പൊന്നു മക്കളെ, ഒന്ന് നോക്കിയും കണ്ടുവെക്കുക, നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഇത് പറയുന്ന പല ഷോറൂമാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾ പൈസ കുമിഞ്ഞുകൂടിയിരിക്കുന്നതൊക്കെ ആണെങ്കിൽ എടുത്തോ, അങ്ങനതേ പറയുന്നുള്ളൂ. ശരി, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.